ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. സുഖമാണോ? എന്നിട്ട് ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇപ്പം രാവിലെ ഒരു 7 മണി ആയി. ജസ്റ്റ് എണീറ്റിങ്ങനെ നടക്കൂലേ, വീട്ടിലെ വീടുകൾ അതൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നു. ഇന്നലത്തെ വ്ളോഗ്, ഇന്നലെ ഞാൻ വ്ളോഗ് എടുത്തില്ല. ഞാൻ ഇന്നലെ ആദ്യത്തെ ഒരു ഷോട്ട് മാത്രമേ എടുത്തതല്ലാതെ ഞാൻ ഇന്നലെ വേറെ വ്ളോഗ് എടുത്തില്ല. അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടുഡേയ്സ് വ്ളോഗ്. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇന്നിടുന്നില്ല. ഞാൻ എല്ലാ ദിവസവും അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഇടാന്നുള്ള സീനല്ലായിരുന്നു. ഐ എം തിങ്കിങ് ഈ വ്ളോഗിന് നാളെ ഇടാം, നാളത്തെ വ്ളോഗ് മറ്റന്നാൾ, അങ്ങനെ നമുക്ക് എന്താ പറയുക, പാൻ ചെയ്തിടാം. ഇഫ് ഐ എം ഫ്രീ ഞാൻ അന്ന് തന്നെ എഡിറ്റ് ചെയ്തിടാം. പക്ഷേ ഇഫ് നോട്ട്, ഐ തിങ്ക് ദാറ്റ് വിൽ ബി മോർ പ്രാക്ടിക്കൽ ഈ ഒരു ടൈമിൽ. ഇന്ന് ഞാൻ ഇന്നലെ പറഞ്ഞ കണക്ക് എനിക്ക് കുറേ ഷൂട്ട് തീർക്കാനുണ്ട്, ഷൂട്ട് വർക്ക്സ് കാര്യങ്ങളുണ്ട്. അതിന് വേറൊരു പ്രോഡക്റ്റ് ഷൂട്ടിൻ്റെ സാധനം വരും. അവരാണെങ്കിൽ ഒരു അപ്ഡേറ്റും എനിക്ക് തന്നിട്ടില്ല, എപ്പോഴാണ് സാധനം അയക്കുന്നതും എപ്പോൾ വരുമെന്നും. അതൊരു ഡെക്കോറിൻ്റെ ആണ്, അപ്പോൾ അതിൻ്റെ ഒരു പ്രോഡക്റ്റ് ഷൂട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. അപ്പം അങ്ങനെ കുറേ മൺഡേയ്സ് യൂഷ്വലി മോർണിംഗ് ഒക്കെ അങ്ങനെ കോട്ടപ്പായിരിക്കും. മൺഡേയ്സ് ആണല്ലോ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും മിക്ക ബ്രാൻഡ്സും ലൈവായിട്ടിരിക്കുന്നത്. ഞാൻ ഇച്ചിരി കീപ്പിരിയായിട്ട് ഇരിക്കുകയാണ്. മൈൻഡ് ഉണ്ട് കേട്ടോ, ടയേർഡൊന്നുമല്ല, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. കാരണം ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. പക്ഷേ മുടി ടയേർഡാണ്, കാരണം ഞാൻ അതിനെ കെയർ ചെയ്യുന്നില്ല, വെറുതെ ഇങ്ങനെ ഇപ്പോൾ ഇട്ടിരിക്കുകയാണ്. ഹെയർ ഇസ് ലൈക്ക് എ ലിറ്റിൽ മെസ്ഡ് അപ്പ് ടുഡേ, ബട്ട് ദാറ്റ്സ് ഓക്കെ. ഇങ്ങനെ ഫ്രീലാൻസ് ചെയ്യുന്നതിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ എങ്ങനെ വേണേലും ഇരുന്നിട്ട് നമുക്ക് ഈ വർക്ക് ചെയ്യാം. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ ഒരുപാട് കാണിക്കുന്നൊന്നുമില്ല. ബട്ട് ഐ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ കുട്ടനായിട്ട്, എൻ്റെ ക്യാമറ കുട്ടപ്പനായിട്ട് ഐ എം ഡൂയിങ് എ ഷൂട്ട്. അപ്പം പ്രോഡക്റ്റ് ഷൂട്ടാണ്. അപ്പോൾ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരിക്കാൻ, ഞാൻ ടേബിളിൽ ഇരിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ലൈറ്റിംഗ് ഇങ്ങോട്ട് കറക്റ്റായിട്ട് വന്നു. ഐ എം പ്രിഫറിങ് ഈ ഒരു കോർണർ. ഞാൻ കാണിച്ചിട്ടുണ്ടോയെന്ന് എന്നോടാ. ഇതും ഞാൻ ഒരു ഐ ആം എ മൂവി ബഫ്. ഈ കോർണർ ഇസ് വെരി സ്പെഷ്യൽ ഫോർ മീ. എനിക്ക് മൂവീസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. മൂവീസിൽ നിന്നാണല്ലോ നമ്മൾ വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു വരുന്നതും, ഞാൻ പഠിച്ചതും. അല്ലെങ്കിൽ വിഷ്വൽസ് എങ്ങനെയാണ്, ഫ്രെയിമിങ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു രീതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നത് നമുക്ക് മൂവീസിൽ നിന്നാണ്. അപ്പം ഞാൻ വളർന്നു വരുന്ന ടൈമിൽ ഇന്നലെയും കൂടെ ഞാൻ അവനോട് പറയായിരുന്നു, എന്തുമാത്രം TV കാണുമായിരുന്നു ഞാൻ. ഐ യൂസ് ടു വാച്ച് എ ലോട്ട് ഓഫ് മൂവീസ്. എനിക്ക് തോന്നുന്നു ഞാൻ 5th തന്നെ നമ്മുടെ എലൻ്റെ ഷോ, പിന്നെ ഐ യൂസ് ടു വാച്ച് ഫ്രണ്ട്സ്. അപ്പോഴേ ഞാൻ ഇതൊക്കെ കാണുന്നതുകൊണ്ട് കണ്ടു തുടങ്ങും. ലൈക്ക് ഒന്നും മനസ്സിലാകത്തില്ല. ഫ്രണ്ട്സൊക്കെ എനിക്ക് തോന്നുന്നു വേ ബിയോണ്ട്, ലൈക്ക് ഐ തിങ്ക് അറൗണ്ട് 10th ഒക്കെ ആയപ്പോഴാണ് ആക്ച്വൽ മീനിങ് എന്താണ്, അല്ലെങ്കിൽ 10th 11th ഒക്കെ ആയപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഓക്കെ ഇറ്റ് ഹാസ് ഇൻ ഡെപ്ത് മീനിങ് റാദർ ദാൻ പീപ്പിൾസ് ലാഫിങ് അറ്റ് ലൈക്ക് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്, വിച്ച് ഐ ഓൾസോ യൂസ് ടു ഡു. ഞാൻ അവർ ചിരിക്കുമ്പോൾ ഞാൻ ചിരിക്കുമായിരുന്നു. പക്ഷേ ഐ നെവർ യൂസ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ വർ സ്പീക്കിംഗ് അബൌട്ട്. പക്ഷേ ദ ബെസ്റ്റ് തിങ് ഇസ് ദാറ്റ് എൻ്റെ ലാംഗ്വേജിന് അത് കുറേ ഹെൽപ്പ് ചെയ്തു. അപ്പം അങ്ങനെ പണ്ട് തൊട്ടേ ഞാൻ സിനിമ കാണുന്നതാണ്. ആൻഡ് ഷോഷാങ്ക് റിഡംഷൻ എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോഴാണ് ഐ അണ്ടർസ്റ്റുഡ് ഓക്കെ ഐ വോണ്ട് ടു ക്രിയേറ്റ് സംതിങ്. ലൈക്ക് ആ ഒരു മൂവി കണ്ടപ്പോഴാണ് ഓരോരുത്തർക്കും ഒരു റെലവേഷൻ പോയിന്റ്സ് വരുമല്ലോ, അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു സെൽഫ് റിയലൈസേഷൻ പോയിന്റ്. ഫോർ മീ ഇറ്റ് വാസ് ഷോഷാങ്ക് റിഡംഷൻ. സ്വന്തം ശ്വാസം കയറി കുടുങ്ങിയതായിപ്പോൾ നിങ്ങൾ കണ്ടത് ലാസ്റ്റ്. ഫോർ മീ ഇറ്റ് ഇസ് ഷോഷാങ്ക് റിഡംഷൻ. എനിക്ക് ഷോഷാങ്ക് റിഡംഷൻ എന്ന് പറയുന്ന മൂവി കണ്ടപ്പോഴാണ് എനിക്ക് I knew I wanted to do something which has like a lot of relation with storytelling and visualization and കാര്യങ്ങളും. അപ്പോൾ that was my like the movie. പക്ഷെ അതിൻ്റെ പോസ്റ്റർ ഇവിടെ ഇല്ല. These posters are some other like killer ass movies നമ്മുടെ എന്താ പറയുക ഇൻഡസ്ട്രിയിൽ, അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള മൂവീസാണ്. ഇത് ആക്ച്വലി ഒരു PR കൊളാബറേഷനിൽ അയച്ചു തന്നതാണ്.
ബട്ട് ഇറ്റ് ഹാസ് സം ഓഫ് ദ ഗുഡ് മൂവീസ്. ഐ തിങ്ക് ഐ ഷുഡ് ആക്ച്വലി ഇപ്പം ഞാൻ ഈയിടയ്ക്കായിട്ട് ഈയിടയ്ക്കൊരു എന്താ പറയുക ഒരു ടീമായിട്ട് കൊളാബറേറ്റ് ചെയ്തായിരുന്നു, ഡൗൺ സൗത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ടീമപ്പ് ചെയ്തത് ഡിസ്കോ കേരള എന്ന് പറയുന്ന ഒരു ടീമാണ്. വെരി ടാലൻറ്റഡ് ബോയ്സ്. I don't know. I think they are very young also and they are extremely talented. ഞാനിവിടെ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ പേജും കാര്യങ്ങളൊക്കെ ഇടാം. നിങ്ങൾ യു ഗൈസ് ഷുഡ് ഗോ ആൻഡ് ചെക്ക് ദം ഔട്ട്. അപ്പം ഇവർക്ക് പോസ്റ്റേഴ്സ് ചെയ്യുമെന്ന് എനിക്ക് ലൈക്ക് I was not aware that they used to do poster like very nice Malayalam movie posters, very aesthetic kind of posters and stickers which you can put it in the laptop, അല്ലെങ്കിൽ മിറേഴ്സിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ വണ്ടിയിൽ ഒക്കെ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ. സോ ഐ എം തിങ്കിങ് ഐ ഷുഡ് ബൈ സംതിങ് ഫ്രം ദം. സോ മോസ്റ്റ്ലി അതൊന്ന് ചെയ്യണം. ഇന്ന് നമുക്ക് സെക്കൻഡ് വീഡിയോ എടുക്കണം. എനിക്ക് രണ്ടാമത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത് തീർക്കണം. പിന്നൊന്നുമില്ല. ഞാൻ പ്രത്യേകിച്ച് ഇപ്പം ഫേസ് മാസ്ക് ഇടുന്നത് കാണിക്കാൻ വന്നതാ. ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല റിസൾട്ട് ഉള്ള കണക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് ഇന്നത്തെ ഇടാം. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇത് ട്രൈ ചെയ്യാൻ പോവാണ്. ആളും ഇന്നത് ഇടാൻ പോവാ. സോ ഇനി അവനും കൂടെ ഞാൻ ട്രൈ ചെയ്യാൻ പോവാ. അപ്പോൾ ഇത് മിനി സ്കിൻ ഫേഷ്യൽ ഗ്ലോ, മിനി ആൻറ്റി നാൻഡിയുടെ പേര്. That's why mini. It's not mini, it's mini aunties. So mini skin facial glow. It's made with 100% natural ingredient. ഇതിൽ നിന്നൊരു 5 to 6 എന്താ പറയുക ഡ്രോപ്പ് മതി. ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങളത് നോക്കി ഇടാം കേട്ടോ, ഒരുപാടൊന്നും ഇടണ്ട, കാരണം ഒരുപാട് ഓയിലി ആയിപ്പോയല്ലോ. സോ ഇച്ചിരി ഇട്ടാണ് മസാജ് ചെയ്യുന്നത്. മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിലായിരുന്നു. ഓണത്തുമ്പത്തിരുന്നു ഞാലാടും സോഹങ്കിലി എന്റെ ബാലഗോപാലനി എന്ന പേരിക്കും പാടലി. കണ്ണ് വളരട്ടെ, അല്ല കണ്ണല്ലല്ലോ മൂക്ക് വളരട്ടെ. എനിക്കാണെങ്കിൽ ഈയിടയ്ക്കായിട്ട് ഡബിൾ ചിഹ്ന പിന്നെ തിരിച്ചു വരുന്നു. നമ്മൾ ഈ മാസം ഉണ്ട് ഇത് പീരിയഡ്സ് ഫുള്ള് തെറ്റായതുകൊണ്ട് തൈറോയിഡ് പോലെ പിന്നെ ഇടയ്ക്ക് അങ്ങനെ വരത്തില്ലേ. ദിസ് മന്ത് ഇസ് ലൈക്ക് കണ്ടോ പെണ്ണുങ്ങൾക്ക് താടി വളരത്തില്ല, ഇങ്ങനെ മുടി വളരത്തില്ല, നിങ്ങൾക്കൊക്കെ വരൂല്ല. നീ തന്നെ അപ്പുന് അതേ ഉള്ളു ഫേസിൽ. ഫേസ് എവിടെ ഇത്ര ഉള്ളു ഫേസ്, എനിക്ക് ഇത്രയേ ഉണ്ട്. മുടി വരുന്നുണ്ടോ? ഇവിടെ എനിക്കുണ്ട്. ഇതെല്ലാം PCOD പ്രശ്നം കാരണം. എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഇല്ല, എനിക്ക് PCOD വന്നു തുടങ്ങി. ഞാൻ കുറെ പേരെ but it's normal. Correct. You can take it out if you don't want to. ചിലവർക്ക് അത് കുഴപ്പമില്ലടേ. Some people don't shave it off. They're fine with it. നമ്മളെല്ലാം കുരങ്ങല്ലേ? Yeah. ഇത്രയൊക്കെ പോകണമായില്ലേ? Yeah. Wow. Yeah. സി ഇതിന്റെ എന്താ പറയാ ഗുട്ടൻസ് എന്താ വെച്ചാല് ഗുട്ടൻസ് എന്ന് വെച്ചാൽ എന്തുവാടെ? വാട്ട് ഇസ് ഇറ്റ് വാക്ക്? ഇറ്റ്സ് ആക്ച്വൽ വാക്ക് അറിയില്ല. സോ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ, അല്ല ബെനിഫിറ്റ് അല്ല, ഇതിന്റെ ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഓവർനൈറ്റ് നിങ്ങൾക്ക് റിസൾട്ട് വരുമെന്ന്. ഇറ്റ്സ് അബൌട്ട് കൺസിസ്റ്റൻസി. നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യും അപ്പോൾ നിങ്ങൾക്കൊരു റിസൾട്ട് വരും. സോ
ഇതൊരു റുട്ടീനാക്കാം. പിന്നെ എനിക്ക് വേറൊരു പോയിന്റ് പറയാനുണ്ടെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ഡേ വലിയ സ്പൂണ്, എനിക്കൊരു വലിയ ഇതിനെന്താ പറയുന്നത്, ടേബിൾ സ്പൂണാണ്, ഇതല്ലേ ടീസ്പൂൺ, വലിയ സ്പൂണിൽ ഫുൾ എടുത്തിട്ടായിരുന്നു ഞാൻ ആദ്യത്തെ ദിവസം ഇട്ടിരുന്നത്. എന്നിട്ട് ഫുൾ വിത്ത് അര. പക്ഷെ സത്യം പറഞ്ഞൊരു ഒരു കുട്ടി സ്പൂണിൽ, ഈ ഒരു സ്പൂണിൽ മതി എന്നിട്ട് 2 സ്പൂൺ. ഇപ്പം 2 സ്പൂൺ ഞാൻ എടുത്തെന്ന് വെച്ചാൽ അവനും കൂടെ ഉണ്ട്. 1 സ്പൂൺ മതി, കുറച്ച് മതി. അപ്പം നിങ്ങൾക്ക് പ്രോഡക്റ്റും അങ്ങനെ ഒരുപാട് അങ്ങ് യൂസ് ചെയ്ത് തീർക്കണമെന്നില്ല. ജിജുന കണ്ട, ഇവനാണെങ്കിൽ കുറച്ച് ബ്ലെമിഷസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നല്ലൊരു ടെസ്റ്റ് ബേബിയാണ്. ചുമ്മാതെ ഞാൻ ചെയ്യുന്നുണ്ട്, നിനക്കും ചെയ്തതായിരുന്നു. സോ ബോത്ത് ഓഫ് us can glow together. മണം കണ്ട, പണ്ടൊക്കെ ഈ വീട്ടില് എന്താ നാണാണ് മാസ്ക് ഇട്ടിട്ട് വീഡിയോ വരാൻ നാണാണ്. എന്നാ മൊത്തം ഇട്ടിട്ട് പോകാൻ. ഓക്കെ, നോക്കട്ടെ. എങ്ങനെയുണ്ട് മാസ്ക്? കൊള്ളാം. ഫേസ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നു. ഞങ്ങൾ പെട്ടെന്ന് ചപ്പാത്തി കഴിച്ചു ഞാനവനും. എന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കണം. ഇന്നത്തെ വ്ളോഗ് എന്തായിരിക്കും എനിക്കറിയില്ല. വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞു, പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇനി അവനൊരു ബൈ പറയാം. പക്ഷേ ഫേസ് നോക്ക്, രണ്ടുപേർക്ക് നല്ല റിസൾട്ട്. അവന് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്, ഞാനിപ്പം 3rd ഡേ ആണ്. ഇന്നലെ യൂസ് ചെയ്ത് വീഡിയോ എടുത്തില്ല, പക്ഷേ സോറി. ഞാനൊന്നും പോയി ഫ്രഷായി ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി എനിക്കൊരു വീഡിയോ എടുക്കണം. സോ മറ്റേ എന്താ പറയുക, ഓൺ വോയിസ് വീഡിയോ. അപ്പോൾ എന്താ സംസാരിക്കേണ്ടതെന്നൊരു ക്ലാരിറ്റിയൊക്കെ സെറ്റാക്കിയിട്ട് ഇനിയിപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെ. സോ മുടി അത്യാവശ്യം ഒന്ന് റിഫ്രഷ് ചെയ്തിട്ടു. ഐ എം വെയറിങ് എ ഡ്രസ് റൈറ്റ് നൗ ബിക്കോസ് പ്രോഡക്റ്റ് ഒരു വൈറ്റ് കളർ എന്താ പറയുക പാക്കേജിങ് കാര്യം വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് കൂടുതൽ നിൽക്കുന്നത്. സോ ഐ തോട്ട് ഐ wear white and black itself. So I want to look good in this video. ഞാനങ്ങനെ എല്ലാ മിക്ക റീൽസും ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഐ ഡോണ്ട് ഗെറ്റ് റെഡി അങ്ങനെ ലൈക്ക് ഭയങ്കര സിമ്പിൾ മേക്കപ്പ് ആയിരിക്കും ചെയ്യുന്നത്. ബട്ട് ഇൻ ദിസ് വൺ ഐ റിയലി വാണ്ട് ടു ലുക്ക് a little highlighted. So I thought I'll do a proper makeup. So അതിൽ കൂടെ just നമുക്ക് I'll just show you guys the products I use and the makeup I do. Yeah. റീസെൻറ്റ് ഫേവറേറ്റ് മോയ്സ്ചറൈസർ എടുക്കുകയാണ്, ഡോക്ടർ ഷീത്തിൻ്റെ. നേരത്തെ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് തീർന്നു, ഇനി ഇത് വാങ്ങണം. സോ ഐ ഹവ് ഡൺ വിത്ത് മോയ്സ്ചറൈസർ. ഇനി എനിക്ക് ഈ മാസം എല്ലാം റീഫിൽ ചെയ്യണം. ലൈക്ക് മോസ്റ്റ് ഓഫ് മൈ സ്കിൻ കെയർ പ്രോഡക്ട്സ് ആർ ഡൺ. സോ ഐ വോണ്ട് റീഫിൽ ദം. ഐ വോണ്ട് ട്രൈ ന്യൂ തിങ്സ് ഓൾസോ. ലെറ്റ്സ് സീ, നോക്കാം. ഈ മാസം തുടങ്ങിയത് ഇറ്റ് വാസ് വെരി ട്രിക്കി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും unexpected financial situations ആയിരുന്നു. But thankfully by the second week of this month things got a little better. പക്ഷെ ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ സമയം കിട്ടിയില്ല ഒന്നും പോയി വാങ്ങാനും കാര്യങ്ങളൊക്കെ. ആൻഡ് ഐ തിങ്ക് പ്രോബബ്ലി നെക്സ്റ്റ് വീക്ക് വാങ്ങാൻ പറ്റും. ഞാനിപ്പോൾ കഴിക്കുന്ന പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഞാൻ ചെയ്യുന്ന വീഡിയോ. ഇറ്റ്സ് സോ ഗുഡ്. ഞാൻ ആദ്യത്തെ 2 ദിവസം വെയിറ്റ് ചെയ്ത പ്രോഡക്റ്റ് എനിക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു മെയിൻ ഷൂട്ട് കഴിഞ്ഞുകൊണ്ട് ഐ ക്യാൻ ആക്ച്വലി ലൈക്ക് യൂസ് ഇറ്റ്. സോ ഇറ്റ്സ് ഫൈൻ. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യാണ്. സോ ഈ
This is sunscreen from Dot and Key, and I'm so thankful that I got to try this. ഞാൻ ഇതുവരെ Dot and Keyയുടെ അങ്ങനെ ഐ തിങ്ക് ഒരു മോയ്സ്ചറൈസർ പണ്ട് എന്തോ ട്രൈ ചെയ്തതല്ലാതെ കല്യാണത്തിന് മുന്നേ എന്തോ ഒരു മോയ്സ്ചറൈസർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. I can't remember അതിൻ്റെ പേരൊന്നും. ഒരു യെല്ലോ കളർ സംതിങ് പാക്കേജിങ്. പക്ഷേ ദിസ് സൺസ്ക്രീൻ ഇസ് സോ ഗുഡ്. എനിക്ക് ഈ ഒരു വാട്ടറി ബേസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആൻഡ് ഇറ്റ്സ് ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ഫോർ ലൈക്ക് ലൈറ്റ് യൂസ്. ഈ ഒരു ലൈറ്റ് ഇറ്റ്സ് നോട്ട് ലൈക്ക് പുറത്തൊന്നും പോകുന്നില്ല, നിങ്ങൾ ഒരുപാട് അങ്ങനെ ഹിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഐ തിങ്ക് ദിസ് ഇസ് ബെസ്റ്റ് ഫോർ ദാറ്റ്. സോ ഞാൻ ഇപ്പോൾ നമ്മുടെ സൺസ്ക്രീന് അപ്ലൈ ചെയ്തു. സോ ചേച്ചി എനിക്ക് കുറച്ച് മൈ സിസ്റ്റർ, അവളെ ഞാൻ ചേച്ചി എന്ന് വിളിക്കാറില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അവൾ വീഡിയോ കണ്ടിട്ട് ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ ചേച്ചി എന്ന് വിളിക്കാറില്ലേ? ബട്ട് യാ ഓഫ് കോഴ്സ് ഷീസ് മൈ ചേച്ചി. ചേച്ചീനെ ഞാൻ അനിയത്തി എന്ന് വിളിക്കുമോ? അപ്പോൾ അവൾ കുറേ എനിക്ക് ലിപ്സ്റ്റിക്സ് ഫ്രം ദുബായ്, പുള്ളിക്കാരി ദുബായിലാണ്, ദുബായിൽ നിന്ന് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക സ്വാച്ച് വീഡിയോ അല്ലെങ്കിൽ ഒരു റിവ്യൂ വീഡിയോ ഇടണമെന്നുണ്ട്. മേ ബി സം ഡേ സൂൺ. കുറേ ഷെയ്ഡ്സ് ഉണ്ട്. സോ ഐ ജസ്റ്റ് ഫിക്സ് വൺ ഷെയ്ഡ് ടുഡേ. ഓക്കെ, അതിന് മുന്നേ ഒക്കെ നമുക്ക് ചെറിയൊരു ബേസ് ഇടാം. ഇത് എനിക്ക് ടു ഫേസസിൻ്റെ ഈ കൺസീലറാണ്. ഇറ്റ്സ് മൈ ഫേവറേറ്റ്. ഞാനിത് കൺസീലറായിട്ട് പോലും ഐ സംടൈംസ് യൂസ് ഇറ്റ് ആസ് എ ഫൗണ്ടേഷൻ ലൈക്ക് ബിക്കോസ് അതിൻ്റെ കവറേജ് ഒക്കെ അടിപൊളിയാണ്, ഒന്നും പറയില്ല. പക്ഷെ ഞാൻ ഇന്നത്തേക്ക് നമുക്ക് ഈ ലാക്മേയുടെ ഇതിൻ്റെ ഒരു ചെറിയ ട്യൂബായിരുന്നു എൻ്റെ കയ്യിലിരുന്നത്. അത് ഞാൻ ഉപയോഗിച്ച് തീർത്തു. ഇപ്പം ഞാൻ വേറെ ഒരെണ്ണം വാങ്ങി ലാക്മേയുടെ. ദിസ് ഇസ് വെരി നൈസ്. അപ്പോൾ ആ ട്യൂബ് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ പഴയ ട്യൂബ് അകത്തിരിപ്പുണ്ട്. ഞാനത് വെട്ടി അതിൻ്റെ അകത്തുനിന്ന് ബാക്കിയുള്ള എല്ലാം എടുത്തിട്ടാണ് അത് തിരിച്ചു വെച്ചത്. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കവറേജ് ഉണ്ട്. സോ ഐ ഡോണ്ട് വോണ്ട് ഹെവി കവറേജ് റൈറ്റ് നൗ, ഐ ജസ്റ്റ് വോണ്ട് എ ബേസിക് കവറേജ്. സോ ഞാൻ അതിന് വേണ്ടി മാത്രം ഒന്ന് റൺ ചെയ്തെടുക്കാം. അപ്ലൈ ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ സീ ദാറ്റ് ബ്രൈറ്റനിങ് അപ്പ്. ഇറ്റ്സ് സി ഐ എം നോട്ട്, എനിക്ക് ഒരുപാട് അങ്ങനെ ബ്രൈറ്റ് ആവുന്നത് ലൈക്ക് ഓൾറെഡി കളറിനേക്കാളും ഒരു കളർ മുകളിൽ ഇരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. വളരെ ഇഷ്ടമല്ലാത്ത കാര്യം. ഭയങ്കര തെറ്റ് മലയാളമൊക്കെ ആട്ടോ ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു അർത്ഥമില്ലാത്ത മലയാളം സംസാരിക്കുന്നത് കൊണ്ട്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായില്ല, എനിക്ക് അങ്ങനെ ബ്രൈറ്റായിട്ടിരിക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ളൊരു വൈറ്റ് വാഷ് ചെയ്തിരിക്കുന്ന എനിക്ക് ഒരുപാട് ഇഷ്ടമല്ല. പക്ഷെ ചില സമയത്ത് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നമ്മുടെ ഫേസ് കുറച്ച് ബ്രൈറ്റ് ആയിട്ടിരുന്നാൽ ഭംഗി ഉണ്ടാവുള്ളൂ. ഞാനിങ്ങനെ റെഡി ആയിട്ടൊരു വീഡിയോ എടുത്തിട്ടും കുറച്ചായിരിക്കണം. സോ ഈ ഒരു ബേസ് മതി എനിക്ക്. ഇനി ഞാൻ കണ്ണ് മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. അതിന് ഒബ്വിയസ്ലി നമ്മുടെ ടു ഫേസിൻ്റെ ഫൗണ്ടേഷൻ എടുക്കാൻ പോവാണേ. സോ ജസ്റ്റ് ഇവിടെയും ഇവിടെയും ഞാൻ പറഞ്ഞ കണക്ക് എനിക്ക് ഒരുപാട് എന്താ പറയുക ഹൈലൈറ്റിങ് കാര്യങ്ങളും അല്ല ഞാൻ ഇപ്പോൾ നോക്കുന്നത്. ജസ്റ്റ് ഒരു ബേസിക് ഹൈലൈറ്റ് ആട്ടോ. സോ ഐ ജസ്റ്റ് ഡാബ് ഇറ്റ് ഓൺ മൈ ഐസ്. ഡ്രോപ്സ് ആയിട്ട് ഞാൻ ഇടാട്ടോ. സി ഞാൻ കുറച്ച് ഇതിനൊരു വളരെ സ്മോൾ ഡ്രോപ്പായിട്ട് ഇടുന്നുള്ളൂ. റൈറ്റ്. ഓക്കെ, സോ കണ്ണ് സെറ്റ് ചെയ്യാൻ ഐ ഡോണ്ട് നോ ഇഫ് ഐ വോണ്ട് ഒരു ബ്രൗൺ ന്യൂഡ് ഷെയ്ഡ് ആണോ അതോ പിങ്ക് ആണോ വേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷനിലിരിക്കുകയാണ്. ബിക്കോസ് ഈ ഇടയ്ക്ക് എനിക്കാണെങ്കിൽ കുറേ നാളിപ്പം ബ്രൗൺ കളേഴ്സ് ആയിരുന്നു ഭയങ്കര ഇഷ്ടം. പിന്നെ പെട്ടെന്ന് എനിക്ക് പിന്നെയും പിങ്ക് ഷെയ്ഡ്സിലോട്ട് ഞാൻ ഇറങ്ങി. സോ ഐ തിങ്ക് ഐ ജസ്റ്റ് മിക്സ് എ ലെയർ ഓഫ് എവറിത്തിങ് ആൻഡ് സെറ്റ് ഇറ്റ് അപ്പ്. സോ ഞാൻ ആദ്യം ഒരു ബേസ് എടുക്കാം. സോ വെനെവർ യു ആർ സെറ്റിംഗ് യുവർ ഐസ്, ബേസ് ഒരു ലൈറ്റ് കളറായിട്ട് വെക്കും കേട്ടോ. സോ നിങ്ങളത് ലൈറ്റ് കളറായിട്ട് സെറ്റ് ചെയ്യുമ്പം എന്താ പറയുക ബാക്കി ഹൈലൈറ്റ് സെറ്റായി വരും. ഐ തിങ്ക് ഐ ഡു എ വെരി ഗ്ലാം മേക്കപ്പ്. കുറച്ച് ഗ്ലിറ്ററി മേക്കപ്പ് ചെയ്യാം. ഒരുപാട് ഗ്ലിറ്ററി അല്ല, ലൈക്ക്
ഔട്ട് ഇന്നർ കോർണേഴ്സ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള. ഇറ്റ് ലുക്ക് സിമ്പിൾ ബട്ട് ഇറ്റ് ഹാവ് സം ഗ്ലിറ്ററി തിങ്സ്. സോ ഞാനത് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഐ ഹാവ് ടു ഡിസൈഡ് വിച്ച് കളർ ഐ വോണ്ട് ഗോ ഫോർ. ഐ തിങ്ക് ഐ ഗോ ഫോർ പിങ്ക് ഒരു ഷെയ്ഡുണ്ട്. അപ്പോൾ ഐ ജസ്റ്റ് ടേക്ക് ദാറ്റ് ഷെയ്ഡ് ആൻഡ് ഈ ഔട്ടർ കോർണറിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഞാൻ ഭയങ്കര ജെൻറ്റിൽ സ്ട്രോക്ക് ആട്ടോ ചെയ്യുന്നത്, ബിക്കോസ് എത്രത്തോളം പ്രോഡക്റ്റ് കുറവ് ആണോ അത്രയും നല്ലത് എനിക്കിപ്പം. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ദ ഹോൾ പ്രോഡക്റ്റ് ലൈക്ക് ഗോ ഇൻ ആൻഡ് ഒരുപാടങ്ങ് എനിക്ക് ഹൈലൈറ്റ് ആവണ്ട കണ്ണ്. സോ ഐ ജസ്റ്റ് കീപ് ഇറ്റ് വെരി സിമ്പിൾ. ബ്രൈറ്റ്നസ് വരുത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്താണെന്നറിയാം എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ബിക്കോസ് ഐ വോണ്ട് പുട്ട് ദ ബ്ലഷ് ഇങ്ങനെ. അപ്പോൾ ഒരു നാച്ചുറൽ ടിൻറ്റ് പോലെ അതിങ്ങനെ നിൽക്കും. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ എൻ്റെ അണ്ടർ ഐസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അണ്ടർ ഐസ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഫോർ ദാറ്റ് ഐ ഓൾവേസ് ടേക്ക് എ വെരി ഡാർക്ക് കളർ എടുത്തിട്ട് നിങ്ങൾ തന്നെ ഭയങ്കര ജെൻറ്റിലായിട്ട് കേട്ടോ, നോട്ട് മറ്റേ ഒരുപാട് എടുത്ത് ഇങ്ങനെ ചെയ്യരുത്. വെരി ജെൻറ്റിൽ സ്ട്രോക്ക്, ഭയങ്കര ജെൻറ്റിലായിട്ടൊന്ന് സ്ട്രോക്ക് ചെയ്ത് വിടാം. ഷെയ്ഡ് അത്രേ ഉള്ളൂ. ആൻഡ് യു ഹൈലൈറ്റ് യുവർ ഐസ്. പണ്ടൊക്കെ നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് എഴുതുന്ന കണ്ടുണ്ടല്ലോ, ആൻഡ് ദാറ്റ് വാസ് ആ സമയത്ത് അത് ഭയങ്കര ഇൻ ഫാഷൻ ആയിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ ഞാനും എൻ്റെ ഫ്രണ്ട് ഫർസാനയും കൂടെ ഞങ്ങൾ വാഷ്റൂമിൽ പോയിട്ട് നമ്മുടെ ഐക്കോണിക്കിൻ്റെ ഒരു മറ്റേ യെല്ലോ കളർ ഇതുണ്ടല്ലോ, സോ വിൽ ഗോ ഫോർ ടച്ചപ്പ്, ഇങ്ങനെ കണ്ണ് പോയിട്ട് ഒന്ന് സെറ്റൊക്കെ ചെയ്യുമായിരുന്നു. സോ മച്ച് സ്ട്രെസ് ഗൈസ്. അപ്പോൾ ബട്ട് ഗുഡ് ഓൾഡ് ഡേയ്സ്, ഞങ്ങൾ ഇപ്പോഴും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ചിരിക്കും. ഇറ്റ് വാസ് സോ നൈസ്, ലൈക്ക് വെരി ഇന്നസെൻ്റ് ആയിരുന്നു. നമ്മൾ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ട് ഓരോരോ എന്താ പറയുക മേക്കപ്പ് ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. സോ ഇപ്പോഴത്തെ ജനറേഷൻ ഐ ഫീൽ ലൈക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ദർ ഇസ് ലൈക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട്. ആൻഡ് വി നെവർ യൂസ് ടു ഹാവ് ഇറ്റ് അതർ ദാൻ ആ മറ്റേ കളിപ്പാട്ടം കണക്കുള്ള പ്രോഡക്ട്സ് അല്ലാതെ വി നെവർ യൂസ് ടു ഹാവ് ഇറ്റ്. ആൻഡ് ആ കളിപ്പാട്ടം പോലത്തെ പ്രോഡക്ട്സ് വിൽ ബി സോ ബാഡ് ദാറ്റ് യു വോണ്ട് ഫീൽ ലൈക്ക് വെയറിങ് ഓൾസോ. എന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് ഒക്കെ ആണെങ്കിലും ക്രയോൺ ഉരുക്കി ഒഴിച്ചാണക്കിരിക്കും. അപ്പം ആം ഐ റിമെമ്പറിങ് ദിസ് കറക്റ്റ്ലി അല്ലേ? അങ്ങനെയല്ലായിരുന്നോ? അപ്പോൾ ഇപ്പോൾ ഐ ലൈക്ക് ലൈക്ക് വേർ ഐ ആം അറ്റ് വിത്ത് മൈ മേക്കപ്പ് ജേർണി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ഇടുന്നതൊക്കെ, ബിക്കോസ് ഇറ്റ്സ് എ ഫോം ഓഫ് ആർട്ട്. ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഒരു ആർട്ടാണ് നമ്മൾ നല്ല രീതിയിൽ മേക്കപ്പ് ഇടാന്ന് വെച്ചാൽ. ഇറ്റ്സ് എൻ ആർട്ട്. യു ആർ ലൈക്ക് drawing something on your face and stuff, so it's an art. So I really enjoy doing it. ഞാൻ എൻ്റെ ഇന്നർ കോർണറിൽ ഒരു ചെറിയൊരു വൈറ്റ് ബേസും കൂടെ കൊടുക്കുകയാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ യു ടേക്ക് ഈ ഒരു ഇത് കണ്ടു, ഈ പാലറ്റ് തന്നെ കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യും. ഈ ഒരു what do you call it, glittery ഷെയ്ഡ് കണ്ടോ? ദിസ് ഈസ് മൈ ഫേവറേറ്റ് ഷെയ്ഡ്. അതാണ് ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാട്ട് ഐ ഡു ഇസ്, ഞാൻ ചില സമയത്ത് ഇത് മാത്രം ഇടും കേട്ടോ, ലൈക്ക് ഐ ഡോണ്ട് ഡു എനിത്തിങ് എൽസ്. ഞാൻ ഈ ഒരു ഷെയ്ഡ് മാത്രം ഇടും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു ഷെയ്ഡ് അയ്യേ ബ്രഷ് വെച്ച് തട്ടുന്നാണെങ്കിൽ കൈയിട്ട് ചെയ്തു മന്ദബുദ്ധി. സോ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇന്നർ കോർണറിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ട്രോക്ക് ചെയ്ത് വിടാം. സോ ദാറ്റ്സ് ഇറ്റ്. കണ്ണൊന്ന് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഐ നോ ഇറ്റ് വിൽ ലുക്ക് വെരി ഹിയർ ആൻഡ് ദെയർ ഇപ്പോൾ, പക്ഷേ കതവ് നോക്കരുത് കേട്ടോ. സോ ഈ കണ്ണ് ഞാൻ കണ്ടോ ഇപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് താഴെയുള്ള ഒരു ഗ്ലോയും അകത്തുള്ള ഗ്ലോയും, ഇറ്റ് ലുക്സ് വെരി പ്രിറ്റി. ഇനി മാജിക് ഹാപ്പൻസ് വെൻ യു പുട്ട് ദ എന്താ പറയുക മസ്കാര. It's my favorite mascara. ഇവരുടെ ആക്ച്വലി ഓണസ്റ്റ്ലി മേബിലിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ മസ്കാരാസും ഇസ് വെരി നൈസ്. അറ്റ്ലീസ്റ്റ് ഫോർ മീ ഇറ്റ് ഹാസ് ബിൻ ആബ്സല്യൂട്ട്ലി ഗ്രേറ്റ്. സോ ഞാനിനി മസ്കാര നൈസായിട്ട് അപ്ലൈ ചെയ്യാം. സോ മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ മേക്ക് ഷുവർ യു ബ്രഷ് ഇറ്റ് വെൽ, വെരി ക്ലീൻ. എൻ്റെ ദിസ് ഇസ് വെരി ലൈവ് റിവ്യൂ ഈ ഒരു മസ്കാരയുടെ. യു ക്യാൻ സീ എൻ്റെ കണ്ണ് എത്രത്തോളം ഡിഫറെൻ്റ് ആയിരുന്നു. ഒന്നും കൂടി ഇങ്ങനെ കാണിക്കാം, റൈറ്റ്? ഇല്ലു. സോ മസ്കാര ഇട്ട് കഴിഞ്ഞു. ഇനി ഐ വിൽ ടേക്ക് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട്
പയ്യെ നമ്മൾ കണ്ണ് ഐലൈനർ എഴുതുന്ന പോലത്തെ ആ ഒരു വാട്ടർ ലൈനിൽ റൈറ്റ് നൗ കണ്ണ് അടിപൊളിയായിട്ടുണ്ട്. വെരി സിമ്പിൾ. നിങ്ങൾക്ക് ഒരു 3 കളേഴ്സ് ഉള്ള ഐ ഷാഡോ പാലറ്റ് ഉണ്ടെങ്കിൽ എനിവൺ ക്യാൻ ഡു ദിസ്. ഞാൻ എൻ്റെ ഐബ്രോസും കൂടെ ചെയ്തു. ഐ ഫോർഗോട്ട് ടു ഫിലിം ഇറ്റ്. ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ബട്ട് ഐബ്രോസ് ഇസ് ഡൺ. ഞാൻ കുറേ ആയിട്ട് ഐബ്രോസ് എന്താ പറയുക ത്രെഡിങ് ഒക്കെ ചെയ്തിട്ട്, മെയിൻലി ബിക്കോസ് എനിക്ക് അമ്മ ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം. എൻ്റെ അമ്മ ബ്യൂട്ടീഷ്യനാണ്. അപ്പോൾ പുള്ളിക്കാരി ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ പുള്ളിക്കാരി ചെയ്ത് തരുമ്പോഴാണ് ഐ വിൽ ബി മോർ സാറ്റിസ്ഫൈഡ്. ബാംഗ്ലൂർ വന്നിട്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. ഇൻ കേസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല ഞാൻ ബാംഗ്ലൂർ ത്രെഡിങ് ചെയ്തത്. അപ്പം ഞാൻ തന്നെ നമ്മുടെ എന്താ പറയുക ഒന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് മറ്റേ റേസർ ബ്ലേഡ് വെച്ചിട്ട് ഫേഷ്യൽ റേസർ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്യുക, പിന്നെ എക്സസൈർ ഒന്ന് ട്വീസർ വെച്ചിട്ട് എടുക്കുക, പിന്നെ എന്താ ഒന്ന് ട്രിം ചെയ്തെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് ട്രിം ചെയ്തൊന്ന് ലെവൽ ചെയ്യുക. അതൊക്കെ ഞാൻ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ലാസ്റ്റ് ടൈം അമ്മ പോയി പറഞ്ഞു നല്ലോണം വളരട്ടെ ഇത്, എന്നിട്ട് നീ വരുമ്പോൾ ഞാൻ ചെയ്തു തരാം. കാരണം ഞാൻ എന്തെല്ലോ ചെയ്ത് വെച്ചിട്ട് ഇപ്പം അത് വേറെ എന്തോ ആയിട്ടിരിക്കുക. പിന്നെ ഇപ്പോൾ നാട്ടിൽ പോകുമ്പോൾ അമ്മ ഒന്ന് സെറ്റ് ചെയ്ത് തരണം. സോ അമ്മ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം വരുമ്പോൾ എനിക്ക് ത്രെഡ് ചെയ്ത് തരണം. ലൈക്ക് എനി അതർ ഗേൾസ് എനിക്കും എൻ്റെ ലിപ്സ്റ്റിക്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഐ വിൽ ജസ്റ്റ് ടേക്ക്. ഞാൻ ഈ എന്താ പറയുക ലിപ് ലൈനർ പണ്ട് യൂസ് ചെയ്തില്ലായിരുന്നു. ഈ ഇടയ്ക്കെന്ന് വെച്ചാൽ ഒരു 1 year ആയിട്ടാണ് ലിപ് ലൈനറിലോട്ട് കയറിയത്. ഷെയ്ഡിൽ കൊടുത്തിട്ട് ഐ എം ജസ്റ്റ് ഗോണ ഡു ദിസ്. അപ്പോൾ അവിടെ ഒരു ഹൈലൈറ്റായി, ഒരു സ്മജ്ഡ് ഹൈലൈറ്റായി. നമ്മൾ ഐലൈനർ സ്മജ് ചെയ്യാതെ ഇടുമ്പോൾ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് നമ്മളൊരു 80s 90s സ്റ്റൈൽ പോലെ ഇരിക്കും. സം പീപ്പിൾ ലൈക്ക് ഇറ്റ്. ഐ പ്രിഫർ കുറച്ച് സ്മജ്ഡ് ആയിട്ടിരിക്കുന്നത് മിഡിൽ പാർട്ട്. സോ ഐ തിങ്ക് മേ ബി ഐ യൂസ് ദിസ് വൺ. ഇത് കുറച്ചൊരു എന്താ പറയുക ഒരു ഗ്ലോസി ഫോമിലാണ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ലുക്സ്. നമ്മൾ നടുക്കൊരു വെരി ലൈറ്റ് ഷെയ്ഡ്. ഈ ഷെയ്ഡിൻ്റെ ദിസ് ഇസ് NYXൻ്റെ ലോഞ്ചറി XXL പ്രൊഫഷണൽ മേക്കപ്പ്. ഷെയ്ഡ് is stripped down. Okay, stripped down. LXXL 05. കണ്ണാടി എവിടെ? കണ്ണാടി വെക്കാത്തതുകൊണ്ട് കുഞ്ഞു എഴുതിയ സാധനങ്ങളൊന്നും കാണില്ല. But yeah, this is the shade. It's like a very nude shade. ഈ ഇങ്ങനത്തെ ലിപ്സ്റ്റിക്സ് എനിക്ക് മെയിൻലി വിത്തൗട്ട് lip liner it doesn't work. ഈ ഒരു ലുക്ക്, so you can see how well that lipstick has just smudged in, and most of my look is ഇപ്പോൾ ഇങ്ങനെയാണ്. I think this has become a very Indian friendly, Indian tone friendly look for almost everyone around. കുറേ പേര് ഇങ്ങനത്തെ ഒരു ലിപ് കോംബോ ആണ് ചെയ്യുന്നത്. And I really love it. This kind of lip combo എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. It gives a very subtle yet professional look. So now that is done. ഞാൻ ചെറിയൊരു ബ്ലഷ് കൊടുക്കട്ടെ. നേരത്തെ പറഞ്ഞ കണക്ക് ഞാൻ ഇവിടെ ആ ഒരു ഇത് വരുത്തിയത്, ഇങ്ങോട്ട് ആ കളർ സ്പ്രെഡ് ചെയ്യിപ്പിച്ചത്. ഇറ്റ്സ് ബിക്കോസ് ഐ വാണ്ടഡ് ദ blush to just go here. ഇങ്ങനെ ഓക്കെ. ബ്ലഷിന് ഞാൻ ആക്ച്വലി മേബിലിൻ്റെ അഗൈൻ സെൻസേഷണലിൻ്റെ വിച്ച് ഇസ് ദിസ് ഷെയ്ഡ്. ഓക്കെ, ഇത് ഫുള്ള് സ്ക്രബായിപ്പോയി, എനിക്കറിയില്ല ഗൈസ്.
ഒരു ലിക്വിഡ് മാറ്റ് ഷെയ്ഡാണ്. ബിക്കോസ് ദിസ് ഇസ് ലിക്വിഡ് മാറ്റ് നിങ്ങൾ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ട്രൈ ടു സ്മജ് ഇറ്റ്, കാരണം അല്ലെങ്കിൽ ഇത് ഡ്രൈ ആവും. സോ ഐ ജസ്റ്റ് ഗോ ഹെഡ് ആൻഡ് കുറച്ച് ഡ്രോപ്പ് മാത്രമാട്ടോ ഞാൻ ഇടുന്നത്. നമ്മൾ സ്മജ് ഇറ്റ്. നിങ്ങൾക്ക് കാണാം ലൈക്ക് യുനോ ഞാൻ ഇവിടെ അല്ല ഇപ്പൊ ബ്ലഷ് ഇട്ടേക്കുന്നത്. ചില ദിവസം ഞാൻ ഐ ഡു ദ ആലിയ ഭട്ട് എന്താ പറയാ റുട്ടീൻ വേർ ഷീ ഗോസ് ലൈക്ക് ദിസ്, ഇങ്ങനെ ഇടൂലേ, അത് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു കോർണർ മാത്രമാണ് ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങോട്ടാക്കിയത്, ഒരു ലിഫ്റ്റ് കൊണ്ടുവരും നമ്മുടെ ഫേസിന്. സോ ഐ ജസ്റ്റ് ദ ലുക്ക് ഈസ് ഡൺ. ഐ absolutely love it. ഇതെൻ്റെ ഒരു ഗോ ടു ലുക്ക് ആട്ടോ. ലൈക്ക് വെൻ ഐ എം ഗോയിങ് ഔട്ട് ഫോർ ലൈക്ക് എ ലേറ്റ് നൈറ്റ് ഡിന്നർ ഓർ എന്താ പറയുക എനിത്തിങ് സ്പെഷ്യൽ, ബട്ട് ഐ ഡോണ്ട് നീഡ് ടു മച്ച് അറ്റൻഷൻ, പക്ഷേ ദ റൈറ്റ് അറ്റൻഷൻ, അന്ന് ഞാൻ ഇങ്ങനത്തെ മേക്കപ്പ് ചെയ്യും, വിച്ച് ഐ ആബ്സല്യൂട്ട്ലി ലവ്. ഇറ്റ് ഗിവ്സ് ദ ഹോൾ ലൈക്ക് വൈബ്, ഭയങ്കര ഹൈലൈറ്റഡ് ആവും ഫേസ്. ആൻഡ് ഐ ലൈക്ക് ഈ ഒരു ബ്ലഷ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും ഇപ്പോൾ ആൾക്കാർ, കുട്ടികളൊക്കെ ജെൻസി സ്ലാങ് ആട്ടോ, ബ്ലഷ് ബ്ലൈൻഡ്നെസ്. സോ ഐ ലൈക്ക് ദ ബ്ലഷ് ബ്ലൈൻഡ്നെസ്. സോ മൈ ഹോൾ ലുക്ക് ഈസ് ഡൺ. ഹെയർ ഈസ് ലുക്കിംഗ് ഗ്രേറ്റ്, ഫേസ് ഈസ് ലുക്കിംഗ് ഗ്രേറ്റ്. ആൻഡ് ഞാൻ ഓടിപ്പോയി വീഡിയോ എടുക്കട്ടെ. കറണ്ട് എപ്പോൾ വേണേലും പോകാം, എനിക്ക് ഒരു വിശ്വാസമില്ല ഇവിടുത്തെ കറണ്ട്. ബട്ട് let me just go take the video. I love this whole look. Ningalku ishtamayengil do let me know in the comment section, and I'll do more such like videos where I show you how the whole process of getting ready happens. And maybe if you like it you can also try it. So yeah, that's it. ഞാൻ എൻ്റെ അടുത്ത് 2-3 പേര് ഈ ട്രൈപോഡ് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചു. ബാംഗ്ലൂരിൽ നിന്നാണ് വാങ്ങിയ, ഓൺലൈൻ ഓർഡർ ചെയ്തതാ. ദിസ് ഈസ് ഏതായിരുന്നു, ഡിജിടെക് അല്ലേ? യാ, ഡിജിടെക്കിൻ്റെ ബേസിക് ട്രൈപോഡാണ്. വീഡിയോ എടുത്ത് കഴിഞ്ഞില്ല, ഞാൻ അതിൻ്റെ ഹാഫ് വേ ആയി. ഇനിയൊരു ഔട്ട്രോ കൂടെ എടുക്കണം, ഉറക്കം വരുന്നു പെട്ടെന്ന്. അങ്ങനെ വീഡിയോ എടുത്ത് ജസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞു. ഐ സ്റ്റാർട്ടഡ് ദ വീഡിയോ. ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് ഐ തിങ്ക് അറൗണ്ട് ഒരു 10:30 ആയപ്പോൾ തുടങ്ങി. ഇപ്പോൾ സമയം 10:30-11, ഇപ്പോൾ സമയം 1:25. സോ കഴിഞ്ഞു. ഇനി എനിക്ക് ഇന്നലെ ചെയ്ത വീഡിയോ എഡിറ്റിംഗ് ബാക്കിയുണ്ട്. സോ ഇനി കുത്തിയിരുന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഏതാണ് നല്ല ഷോർട്സ്, ഏതാണ് അല്ലാത്ത ഷോർട്സ് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അത് കുറേ പേര് ചോദിക്കാറുണ്ട്, ജെനുവിൻ ആണോ ഞാൻ സംസാരിക്കുന്നത്, ലൈക്ക് പ്രോഡക്റ്റ് റിവ്യൂസ് ഒക്കെ ജെനുവിൻ ആണോ, അത് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഗെറ്റിംഗ് ദ പ്രോഡക്റ്റ് ആണോ ഇതെല്ലാം പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ചില പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്, ജെനുവിൻ ക്വസ്റ്റ്യൻ ആണ്. എനിക്കും ഡൗട്ടൊക്കെ തോന്നിയിട്ടുണ്ട് പലയിടത്തും. ഓണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഐ ഡു ഒൺലി ജെനുവിൻ കൊലാബറേഷൻസ്. ഞാൻ ചെയ്തിട്ടുണ്ട്, അല്ലാത്തത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ അവർക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഹാവ് ഗിവൻ ദം ദ വീഡിയോ. എനിക്ക് ആ പ്രോഡക്റ്റ് അവർ അയച്ചു തരാനും ഒക്കെ ചെയ്ത ഒരു ശുഷ്കാന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ അവർക്ക് ആ വീഡിയോ കൊടുക്കും. അതല്ലാതെ ഞാൻ ആ വീഡിയോ എൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്യുമോ എൻ്റെ സ്റ്റോറീസിലൂടെ അവരെ പ്രൊമോട്ട് ചെയ്യുമോ ഞാൻ ചെയ്തിട്ടില്ല. ബിക്കോസ് എനിക്ക് എൻ്റെ വഴി അതിൽ പ്രൊമോട്ട് ചെയ്യണം എന്നെനിക്കില്ലായിരുന്നു. അത് ചിലപ്പോൾ പ്രോഡക്റ്റിൻ്റെ പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ അവരെ കൊളാബറേറ്റ് ചെയ്യുന്ന രീതിയുടെ പ്രശ്നമായിരിക്കാം. സോ ഐ ചൂസ് ദ കോൺവെർസേഷൻ, ലൈക്ക് ഏതാളുടെ കൂടെ ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ ജെനുവിനായിട്ട് നോക്കി ഫിൽട്ടർ ചെയ്തിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇപ്പോൾ നല്ല തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ അതിൽ പെർട്ടിക്കുലർ ആയിരുന്നു. ഒബ്വിയസ്ലി ആദ്യത്തെ ഒരു മാസം എനിക്ക് തോന്നുന്നു, ഞാൻ കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം ഇത് തുടങ്ങിയ ആദ്യത്തെ ഒരു മാസം ഐ വാസ് വെരി കൺഫ്യൂസ്ഡ്. നമുക്ക് എങ്ങനെയാണ് ഇത് പിച്ച് ഔട്ട് ചെയ്യുന്നത്, നമ്മൾ ക്ലയൻസിനെ എങ്ങനെ നമ്മൾ റീച്ച് ഔട്ട് ചെയ്യും ഷൂട്ട്സിനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറേ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്ലോലി നമ്മളതിരുന്ന് കുറേ റിസർച്ചൊക്കെ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്. നിങ്ങളും നിങ്ങളുടെ റിസർച്ച് ചെയ്യുക. ആരും പറയുന്ന, ഇപ്പം ഞാൻ ചിലവർ ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട്, ബിക്കം എ കോണ്ടന്റ് ക്രിയേറ്റർ, എന്താ പറയുക, അറ്റൻഡ് ദിസ് ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഐ ഹവ് സീൻ
പീപ്പിൾ ഡൂയിങ് എന്താ പറയുക കോഴ്സസ് ഒക്കെ കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് നിങ്ങൾക്ക് ആർക്കും അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇഫ് യു ക്യാൻ, നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ സ്റ്റൈല്, നിങ്ങൾക്ക് എന്തിനെക്കുറിച്ച് സംസാരിക്കണം, നിങ്ങൾക്കത് എങ്ങനെ സംസാരിക്കണം എന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് ആ ഒരു ആർട്ടിസ്റ്റിക് കഴിവും കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ വർക്ക് ഔട്ട് റിയലി വെൽ. സോ ഫോർ മീ, എനിക്ക് ഇഫ് യു ആസ്ക് മീ, ഫോർ മീ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് യുനോ ആ ഒരു കൊളാബറേഷൻ കിട്ടുക, അതിൻ്റെ അല്ല. ഞാനൊരു ഫോട്ടോഗ്രാഫറായിട്ട് തുടങ്ങിയതുകൊണ്ടും എനിക്ക് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്രാഫ്റ്റിലുള്ളത്. അതെനിക്ക് ആ ഒരു പ്രോഡക്റ്റിനോടുള്ള താല്പര്യം അങ്ങനെ അതൊക്കെ ഉണ്ട്. ലൈക്ക് ദാറ്റ് ഈസ് ഓൾ പ്രൈമറി. ലൈക്ക് അതൊക്കെ ഒരു സബ്ബാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ പറയാം എങ്ങനെയാണ് ഇതിപ്പോൾ എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പം നമുക്ക് പാൽ എന്ന് പറയുന്ന പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് കാര്യങ്ങൾ കിട്ടും. പനീർ കിട്ടും, പിന്നെ തൈര് കിട്ടും, അങ്ങനെ ഡിഫറെൻറ്റ് സബ്ബായിട്ട് കിട്ടും. സോ ബെനിഫിറ്റ്സ് കാണും. സോ മൈ മോട്ടീവ് ഇസ് ദാറ്റ് യുനോ ആ ഒരു പാലിൻ്റെ ഗുഡ്നെസ് കിട്ടുക എന്നുള്ളത് എന്ന് വെച്ചാൽ വിഷ്വൽ സ്റ്റോറിയുടെ ഗുഡ്നെസ് കിട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ കിട്ടുക, സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ കാര്യങ്ങൾ പഠിക്കുക, അതാണ് എൻ്റെ മെയിൻ ഇത്. ബാക്കി വരുന്ന എന്താ പറയുക സബായിട്ട് വരുന്നതൊക്കെ ഇറ്റ്സ് എ ബ്ലെസ്സിങ്. അപ്പം എന്താ പറയുക, നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ജെനുവിൻ ആണോ എന്ന്. ജെനുവിൻ ആയിട്ടുള്ളതേ ഞാൻ എടുക്കാറുള്ളൂ, അല്ലാത്ത ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറില്ല. പിന്നെ ഇത് എങ്ങനെയാണ് എനിക്ക് എന്താ പറയുക ബ്രാൻഡ്സുമായിട്ട് വർക്ക് ചെയ്യണം, ഷൂട്ട് ചെയ്യണം, പ്രോഡക്റ്റ് ഷൂട്ട് ചെയ്യണം, അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ വരുന്ന പ്രോഡക്റ്റ് ആണെങ്കിലും ഇപ്പം ഞാൻ സ്ക്രിപ്റ്റിംഗ് ചെയ്യുമ്പോഴും ഞാനൊരു സിനിമാറ്റിക് സ്ക്രിപ്റ്റിംഗ് ആണ് എൻ്റെ നീഷ്, സിനിമാറ്റിക് സ്റ്റോറി ടെല്ലിംഗ് ആണ് എൻ്റെ നീഷ്. അപ്പോൾ കുറച്ചൊക്കെ ഇച്ചിരി എന്താ പറയുക ഒരു സിനിമാറ്റിക് ആയിട്ട് തോന്നുമെങ്കിലും ഇറ്റ് ഈസ് ഓൾ ജെനുവിൻ. ഞാനിപ്പം അത് സിനിമാറ്റിക് ആയിട്ട് കാണിച്ച് ജെനുവിൻ അല്ലാത്ത കാര്യം സിനിമാറ്റിക് ആയിട്ട് കാണിക്കാനൊന്നും അല്ല ശ്രമിക്കുന്നത്. വട്ട് എവർ ഐ സ്പീക്ക് ഇറ്റ്സ് ജെനുവിൻ. ഞാനത് ട്രൈ ചെയ്ത് നോക്കി എനിക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ വന്നിട്ടാണ് നമ്മളത് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നതും എഴുതുന്നതും ഒക്കെ. അപ്പം ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പം എഴുതിയത് എൻ്റെ തലയിൽ ഇങ്ങനെ ഒന്ന് സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഐ ജസ്റ്റ് സ്പീക്ക് അബൌട്ട് ഇറ്റ്. അല്ലാതെ ഒരു ലേ ഔട്ട് ആയിരിക്കും ആ ഒരു സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളും. സോ whatever I speak is genuine. അപ്പം എല്ലാവരും പോയി യൂട്യൂബ് ചാനലും എന്താ പറയുക ഷോർട്സിലും റീൽസിലും ഒക്കെ കാണുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ ട്രൈ ചെയ്യുക. ലെറ്റ് മീ നോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ. സോ യാ ദാറ്റ്സ് ബേസിക്കലി ഇറ്റ് for today's blabbering gupshup session. So I hope you all enjoyed today's vlog. If you did, do subscribe, like, share, അതെല്ലാം ചെയ്യുക. ആൻഡ് ഐ ഹോപ്പ് ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും അത് ഫ്രഷ് ആയിട്ടിരിക്കുക. സോ ഡു ട്രൈ ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് വേറെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഗിവ് മി എ ടെക്സ്റ്റ് ഓർ സംതിങ്, ഐ വിൽ ഹെൽപ്പ് യു ഗൈസ് ഔട്ട്. ആൻഡ് യാ സോ ഓക്കെ ബൈ. എങ്ങനെ ഔട്ട്രോ പറയണമെന്ന് എപ്പോഴും ഒരു പിടിയും കിട്ടിയിട്ടില്ല. സോ ഓക്കെ ബൈ.